Welcome to this video on drug abuse and dependence. In this video, we'll be discussing about various drugs. We have narcotics, which includes opiates, opioids, okay, including opium and heroin. Then sedatives like barbiturates, stimulants such as cocaine and amphetamine, anti-anxiety drugs such as benzodiazepine, pain medications, hallucinogens, then caffeine and nicotine. Okay, first we have narcotics. Okay, so opium is included in narcotics. So it is extracted from the plant in liquid form and then processed into a brownish powder known as refined opium. സോ ലിക്വിഡ് ഫോമിലാണ് ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ അത് പൗഡർ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് റിഫൈൻഡ് ഓപ്പിയം എന്ന് പറയുന്നു. ഒപ്പിയം പോപ്പി എന്നാണ് ആ പ്ലാന്റിന്റെ പേര്. ഓക്കെ, ഒപ്പിയം പോപ്പീൻ്റെ അൺറൈപ്പ് ആയിട്ടുള്ള സീഡ് പോർട്സ് നമ്മൾ ഇത് ഒപ്റ്റെയിൻ ചെയ്യാറുണ്ട്, പിന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. Then raw opium may be ground into a powder, then sold as lumps, cakes or bricks, or treated further to obtain derivatives such as morphine, codeine and heroin. ഈ ഒപ്പിയത്തിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് മോർഫിൻ, കൊഡെയിൻ, ഹെറോയിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് പിന്നെ ലൈക്ക് ഈ റോ ഒപ്പിയം എന്ന് പറയുന്നത് പൗഡർ ആയിട്ട് ഉണ്ടാവും, പിന്നെ എന്നിട്ടത് ഒരു ലൈക്ക് പീസസ് ആയിട്ട്, ലംസ് ആയിട്ട്, കേക്ക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അങ്ങനെ സോളിഡ് ഫോമിലാക്കിയിട്ടാണ് അത് പിന്നെ 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 എന്താ സോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒപ്പിയം ആൻഡ് ദ ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ് ആർ കോൾഡ് opiates. Okay, the term narcotics comes from the Greek word narcotics, which means to make numb, and is the name of the group of drugs which includes opium and its derivatives. ഓൾറെഡി പറഞ്ഞ പോലെ ഒപ്പിയം അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ ആ പേര് വന്നതിൻ്റെ ഒരു വഴിയാണ് പറഞ്ഞത്, നാർക്കോട്ടിക്സ് എന്ന ഗ്രീക്ക് വേർഡ് എന്നാണ്. അതിന് മീനിങ് തട്ട് നമ്പ് എന്നാണ്. ഇപ്പം ഈ മോർഫിൻ എന്നൊക്കെ പറയണത് ലൈക്ക് അത് പെയിൻ സപ്രസർ കൂടിയാണ്. ഓക്കെ, സോ ഒപ്പിയം ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ എക്സാമ്പിൾ ആണ്. അതിന് ഒപ്പിയത്തിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഹെറോയിൻ, ഫെൻറ്റാനിൽ, ഹൈഡ്രോകൊഡോൺ, മോർഫിൻ, ഓക്സികൊഡോൺ ആൻഡ് കൊഡെയിൻ. ഓക്കെ, opiates achieve their effect on the brain because their structure closely resembles that of certain molecules called endorphins, which are naturally produced in the body. ഓക്കെ, ഈ എൻഡോർഫിൻസ് എന്ന് പറയുന്നത് പെയിൻ സപ്രസ് ചെയ്യാനും പിന്നെ മൂഡ് എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ഒപ്പിയേറ്റ്സ് എന്ന് പറഞ്ഞതിനും പിന്നെ ഈ എൻഡോർഫിൻസിൻ്റെ സെയിം മോളിക്യുലർ സ്ട്രക്ചറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു എൻഡോർഫിൻസ് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോർഫിൻസിൻ്റെ അതേ എഫക്റ്റ് ബ്രെയിനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒപ്പിയേറ്റ്സിന് പറ്റും. ഇനി പ്രിൻസിപ്പൽ ആക്ഷൻ ഇസ് ടു റിലീവ് ഓർ സപ്രസ് പെയിൻ. ഒപ്പിയേറ്റ്സിൻ്റെ പ്രിൻസിപ്പൽ ആക്ഷൻ ആണ് പറഞ്ഞത്, ടു റിലീവ് ഓർ സപ്രസ് പെയിൻ. ദ ഡ്രഗ്സ് ഓൾസോ അലിവേറ്റ് ആങ്സൈറ്റി, പിന്നെ ഇൻഡ്യൂസ് റിലാക്സേഷൻ, ഡ്രൗസിനെസ് ആൻഡ് സെഡേഷൻ. ഓക്കെ, ദ ഇമ്പാർട്ട് എ സ്റ്റേറ്റ് ഓഫ് യൂഫോറിയ ഓർ അതർ എൻഹാൻസ്ഡ് മൂഡ്. പെയിൻ സപ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മൂഡ് എൻഹാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു യൂഫോറിക് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ ഇതിന് പറ്റും. റിലാക്സ്ഡ് ആക്കുന്നു. അതിന് കൂടെ തന്നെ കുറച്ച് ഡ്രൗസിനെസ് ഉണ്ടാവാം, കുറച്ച് സെഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരാം. ഓക്കെ, എനിവേ ആങ്സൈറ്റി എലിവേറ്റ് ചെയ്യാൻ ഈ ഒരു ഡ്രഗ് നല്ല ലൈക്ക് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡ്രഗ്. Then opiates also have important physiological effects. Okay, ഇനി എന്തൊക്കെ ഫിസിയോളജിക്കൽ എഫക്ട്സ് നോക്കാം. സ്ലോ റെസ്പിറേഷൻ ആൻഡ് ഹാർട്ട് ബീറ്റ്, പിന്നെ സപ്രസ് ദ കഫ് റിഫ്ലെക്സ്, then relax the smooth muscles of the gastrointestinal tract. Opiates are addictive drugs. They produce a physical dependence and withdrawal symptoms by continued use of the drug. സോ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസ് വരും, ഫിസിക്കൽ ഡിപ്പെൻഡൻസ് വരും, അതേപോലെ അത് കിട്ടാറായി കഴിയുമ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസും കാണിക്കുന്ന ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ് ഒപ്പിയേറ്റ്സ്. ഇനി ഭയങ്കര ക്രോണിക് ആയിട്ട് പ്രൊലോങ്ഡ് പീരീഡ് ഒക്കെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പിയേറ്റ്സ് നമുക്ക് ഒരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പം സാധാരണ ആദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കില്ല പിന്നെ സെയിം എമൗണ്ട് കഴിക്കുമ്പോൾ. സോ ഡോസ് ഇങ്ങനെ കൂട്ടി വരേണ്ടി വരും ഒരു സെയിം എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, the higher opiates
Heroin and morphine are more addictive than opium or codeine. So just a comparison ആണ്. Opiates തന്നെ heroin and morphine ആണ് ഏറ്റവും addictive. Then opiates are classified as narcotics because they relieve pain, induce stupor and sleep, and produce addiction. Okay. The habitual use of opium produces physical and mental deterioration and shortens life. An acute overdose of opium causes respiratory depression, which can be fatal. സോ ഇതൊരു ഒപ്പിയം ഒരു ഹാബിറ്റായിട്ട് ഡെയിലി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ മെൻ്റലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിറ്റോറിയേഷൻ ആൾക്ക് ലൈക്ക് അത് എടുക്കുന്ന ഇൻഡിവിജ്വലിന് സംഭവിക്കും. ലൈഫ് സ്പാൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓവർഡോസ് ആണ് ഒപ്പിയത്തിൻ്റെ എന്നുണ്ടെങ്കിൽ തന്നെ ഒരു റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാൻ വിച്ച് ക്യാൻ ബി ഫേറ്റൽ എന്നാണ് പറയുന്നത്. ഡെത്ത് വരെ സംഭവിച്ചേക്കാവുന്ന രീതിയിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഓവർഡോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. Next, what we have here is barbiturates. So, barbiturates എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ ഒരു ഡിപ്രസിങ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഡ്രഗാണ് ബാർബിറ്റുറേറ്റ്സ്. ഓക്കെ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനാപ്റ്റിക് നെർവ് ട്രാൻസ്മിഷൻ ഇല്ലേ, മെസ്സേജസ് പാസ് ചെയ്യുന്ന സിനാപ്റ്റിക് നെർവ് ട്രാൻസ്മിഷൻ, അതിനെ ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻഹിബിറ്റ് secretion of excitatory neurotransmitters or cause the release of inhibitory ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ്. സോ ബാർബിറ്റുറേറ്റ്സ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ആക്കുകയാണ്. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഹിബിറ്റേറ്ററി ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആക്കുകയും എക്സൈറ്റേഷൻ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഷന് ആ ഒരു ട്രാൻസ്മിറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നത്, അതിനെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് ആങ്സൈറ്റി റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കൺവൾഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത്. മൈൽഡ് ഡോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ പക്ഷേ ലോങ് പീരീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ലീപ്പിംഗ് ഡിസോർഡർ വരും. സോ മൈൽഡായിട്ട് സ്ലീപ്പിംഗ് പിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹയർ ഡോസസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഡിക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അഡിക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്ലഡ് സ്പീച്ച് ആവാം, ദെൻ ലോസ് ഓഫ് കോർഡിനേഷൻ വരാം, സിവിയർ ഡിപ്രഷൻ വരാം, ഇമ്പയർമെൻറ്റ് ഓഫ് തിങ്കിങ് ആൻഡ് മെമ്മറി, പിന്നെ ബോഡി ക്വിക്ലി ഡെവലപ്സ് ടോളറൻസ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിച്ചിരിക്കുന്ന സെയിം എമൗണ്ട് കഴിച്ചാൽ പിന്നീട് ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ഈ എമൗണ്ട് കൂട്ടേണ്ടി വരും. ഓക്കെ. ഓവർഡോസ് ആവുന്ന രീതിയിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ സാധനം ലൈക്ക് ആ പ്രൊഡക്ട്സ് സബ്സ്റ്റൻസ് കിട്ടാതെ കഴിയുമ്പോൾ അതിൻ്റെ ആബ്സ്റ്റിനൻസ് വിഡ്രോവൽ സിംറ്റംസ് വരെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. വിഡ്രോവൽ സിംറ്റംസ് പറയുമ്പോൾ ഇവിടെ ഡെലീരിയം അല്ലെങ്കിൽ കൺവൾഷൻസ് വരെയുള്ള സിംറ്റംസ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. റിലാപ്സ് ആർ കോമൺ എമംഗ് ബാർബിറ്റുറേറ്റ്സ് യൂസേഴ്സ്. പിന്നെ ഇത് ബാർബിറ്റുറേറ്റ്സ് യൂസേഴ്സ് ഇത് നിർത്തിക്കഴിഞ്ഞാലും കുറച്ച് കാലം ഇത് ഇല്ലാതിരുന്നാലും വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ടെൻഷൻ ആങ്സൈറ്റി ഒക്കെ ഒന്ന് റിലീവ് ചെയ്യുന്നതിൽ ബാർബിറ്റുറേറ്റ്സിന് കേപ്പബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം യൂസ് ചെയ്യാതിരുന്നാലും പിന്നെ എന്തെങ്കിലും ഒരു ടെൻഷൻ ആങ്സൈറ്റി വരുമ്പോൾ വീണ്ടും അത് തിരിച്ച് യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ അബ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ബാർബിറ്റുറേറ്റ്സ് അബ്യൂസ് ആണ് ഉള്ളത്. ഒന്ന് ക്രോണിക് ഇൻടോക്സിക്കേഷൻ, ദെൻ എപ്പിസോഡിക് ഇൻടോക്സിക്കേഷൻ ആൻഡ് ഇൻട്രോവേനസ് ഇഞ്ചെക്ഷൻസ്. Chronic intoxication എന്ന് പറയുമ്പോൾ people obtain prescription from more than one physician, initially used to reduce insomnia and anxiety. Chronic use leads to slurred speech and decreased effectiveness on the job. So chronic intoxication എന്ന prolonged ആയിട്ടുള്ള യൂസ് ആണ്. prolonged ആയിട്ടുള്ള യൂസിൽ തന്നെ ഇൻസോമിയ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻസോമിയ അല്ലെങ്കിൽ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ചൊക്കെ ഭയങ്കര സ്ലേർഡ് ആവും, എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഒരു എഫക്റ്റീവ്നെസ് കുറയും ഈ ഒരു ഡ്രഗ് ക്രോണിക് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എപ്പിസോഡിക് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓറലി ജസ്റ്റ് ഒരു ഹൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെൽബീങ് ഒരു ഫീൽ ഗുഡ് സ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഓറലി എടുക്കുന്നതാണ് എപ്പിസോഡിക് ഇൻടോക്സിക്കേഷൻ. ഇൻട്രോവീനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പം വേറെ ഡ്രഗിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇഞ്ചക്റ്റ് ചെയ്തതാണ്. അതാണ് ഇൻട്രാവേനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് വി ഹാവ് ഹിയർ ഇസ് കൊക്കെയിൻ. ഓക്കെ. കൊക്കെയിൻ എന്ന് പറയുന്നത് കൊക്ക ബുഷിൻ്റെ ലീവ്സ് എന്നാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഫ്രോയിഡ് തന്നെ നമ്മൾ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ചില മെൻ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന
ഒരു ഒരു ഡ്രഗാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ administration of cocaine as anesthetic led to the discovery of synthetic substitutes. സോ ആദ്യം ഈ കൊക്കെയിൻ എന്ന് പറഞ്ഞ ഒരു അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിലെ സൈഡ് എഫക്ട്സും ബുദ്ധിമുട്ടെല്ലാം കാരണം പിന്നെ അതിനെ വേറെ സിന്തറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനുണ്ടായത്. യൂസ് ഇൻ കൊക്കെയിൻ വിത്ഡ്രോവൽ ലെഡ് ഇൻഡയറക്ട്ലി ടു സെൽഫ് അഡ്മിനിസ്ട്രേഷൻ. സോ കൊക്കെയിൻ ഇങ്ങനെ ലൈക്ക് ആൾക്കാർ യൂസ് ചെയ്തൊരു സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു കൊക്കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങിയപ്പം എന്താ സെൽഫായിട്ട് ഈ ഒരു കൊക്കെയിൻ തന്നെ ആൾക്കാർ സെൽഫായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വന്നു. സോ കൊക്കെയിൻ ടേക്കൺ ബൈ ഇൻജെക്ഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് ഡിപ്പെൻഡൻസ്. ഓക്കെ, പിന്നെ ഇഞ്ചെക്ഷൻ വഴി എടുക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗം ഡിപ്പെൻഡൻസ് ആവുന്നത്, ലൈക്ക് ഡിപ്പെൻഡൻ്റ് ആവുന്നത് ഈ ഡ്രഗിൻ്റെ മേലെ. പിന്നെ അതേപോലെ ഈ ഒരു ഡ്രഗാണ് ലോക്കൽ അനസ്തെറ്റിക് എന്നും അതേപോലെ തന്നെ സെൻട്രൽ നെർവസ് സ്റ്റിമുലന്റ് എന്നും. ഒരേ സമയത്ത് ഈ ഒരു സെയിം ഡ്രഗിന് രണ്ട് കൈൻഡ് ഓഫ് നെയിംസ് ഉണ്ട്. ലോക്കൽ അനസ്തെറ്റിക് എന്നും പറയും, സെൻട്രൽ നെർവസ് സ്റ്റിമുലന്റ് എന്നും പറയും. കൊക്കെയിൻ എന്ന് പറയുന്നത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, ബ്ലഡ് പ്രഷർ ഭയങ്കര റൈസ് ആവും, ബോഡി ടെമ്പറേച്ചറും അതുപോലെ തന്നെ റൈസ് ആവും, പിന്നെ അപ്പറ്റൈറ്റ് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, സോ ഇത് ഈ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ബോഡി ഒരു എമർജൻസി സ്റ്റേറ്റിലുള്ള സമയത്ത് കാണിക്കുന്ന സിംറ്റംസ് ആണ് ഈ കൊക്കെയിൻ കഴിക്കുമ്പോൾ ഇൻടേക്കിൻ്റെ സമയത്ത് കാണിക്കുന്നത്. അത് ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്ട്രെസ്ഫുൾ ആകുമ്പോഴാണ് ഇത് വരുന്നത്. സോ ആ സെയിം ഫിസിയോളജിക്കൽ സിംറ്റംസ് തന്നെയാണ് ഈ ഒരു കൊക്കെയിൻ കഴിക്കുമ്പോഴും ഇൻടേക്കിൻ്റെ സമയത്ത് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോപ്പാമിൻ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൈനെസ് അതും ഈ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി കൊക്കെയിൻ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിൻ്റെ ഏതൊക്കെ പാർട്സ് ആണെന്ന് നോക്കാം. ഇത് സെറിബ്രൽ കോർട്ടെക്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതായത് റീസണിങ്ങിനെ മെമ്മറിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന സെറിബ്രൽ കോർട്ടെക്സ്. പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസിനെയാണ്. നമ്മുടെ അപ്പറ്റൈറ്റ്, ബോഡി ടെമ്പറേച്ചർ, സ്ലീപ്പ്, ഇമോഷൻസ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസിനെ. പിന്നെ സെറിബെല്ലം അറിയാലോ, നമ്മളുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, വാക്കിംഗ്, ബാലൻസ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത സെറിബെല്ലമാണ്. സോ ഈ 3 പാർട്ടിനെയാണ് കൊക്കെയിൻ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഭയങ്കര ഹൈ ഡോസിലാണ് ഈ ഡ്രഗ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൊക്കെയിൻ സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ട് സൈക്കോസിസിൻ്റെ സിംറ്റംസ് ഒക്കെ ഉള്ള രീതിയിൽ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര അലേർട്ട്, ഹൈപ്പർ അലേർട്ട്, സാധാരണ അലേർട്ട്നെസ് നിന്ന് മാറിയിട്ട് ഹൈപ്പർ ആയിട്ടൊരു അലേർട്ട്നെസ് പ്രൊഡ്യൂസ് ചെയ്യും കൊക്കെയിൻ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ആൻഡ് കഴിക്കുന്ന ആൾക്ക് തോന്നും അവർ തന്നെ ഭയങ്കര വിറ്റിയാണെന്ന് തോന്നും. ഓക്കെ, സോ പ്രൈസ്ഡ് ബൈ യൂസേഴ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഫ്രീ ആണ് എന്ന് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ കൊക്കെയിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര റിസ്ക് ഫ്രീ ആണ് എന്നാണ്. ഓക്കെ, പിന്നെ ലൈക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന അത്രയും ഒരു ഹാങ് ഓവർ ഒന്നും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ല. പിന്നെ അതേപോലെ ഹെറോയിൻ യൂസ് ചെയ്യുന്ന പോലെ ഭയങ്കര ഇഞ്ചക്ഷൻ ചെയ്ത് സ്കാർ വരുന്ന രീതിയിൽ വരുന്നില്ല. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് ഫ്രീ ആണ് ബാക്കി ഡ്രഗ്സിനെ കമ്പയർ ചെയ്യുന്നതെന്നാണ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ഇതിന് ആക്ഷൻ എന്ന് പറയുന്നത് ഈ കൊക്കെയിൻ എങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ പക്ഷേ ഇത് റിസ്ക് ഫ്രീ ആണെന്ന് പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കുറച്ചും കൂടിയും ഒരു സീരിയസ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഹെൽത്തിൻ്റെ മേലെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറയുന്നത് പിന്നെ ഡാമേജിങ് ഹാബിറ്റ്, ലൈക്ക് എപ്പോഴാണ് ഡാമേജ് ആയി തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ മന്ത്സ് ടു ഇയേഴ്സ് അത്രയും സമയം എടുക്കും ഇതൊരു ഡാമേജിങ് ഹാബിറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ കമ്പൽസീവ് യൂസേഴ്സ് കനോട്ട് ടേൺ ഇറ്റ് ഡൗൺ. They think about constantly, dream about it, spend all monies on it, all savings on it. ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള തിങ്കിങ് വരും. ഇതിനെക്കുറിച്ച് ഡ്രീം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എല്ലാ പൈസയെല്ലാം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വരും. അത്രയും ഒരു ഫിസിക്കലായിട്ടുള്ള ടോളറൻസ് അത്രയും ഭയങ്കര പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവും. ഓക്കെ, പിന്നെ ഭയങ്കര റിപ്പീറ്റഡ് യൂസ് ചെയ്യുമ്പം മാനിക് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, മാനിക് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജഡ്ജ്മെൻ്റ് ഒക്കെ ഇമ്പയർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ക്ലാരിറ്റി ഇല്ലാത്ത ടോക്കായിരിക്കും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആവാനും അതുപോലെ കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പാരനോയ
ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുവഴി ആക്സിഡൻസും വയലൻസും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഡ്രഗ് എടുത്ത് കഴിയുമ്പോൾ. പിന്നെ ദർ ഇസ് ഓൾസോ ആൻ acute anxiety reaction that is sometimes severe enough to be called panic. ഫിസിയോളജിക്കൽ എഫക്ട്സ് പറഞ്ഞല്ലോ ഡ്രഗ് എടുക്കുന്ന സമയത്ത്. സോ ഓൾമോസ്റ്റ് ഒരു പാനിക് ആയിട്ടുള്ള ആങ്സൈറ്റി റിയാക്ഷൻ ഒക്കെ കാണിക്കാൻ കേപ്പബിൾ ആണ് ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ ഹൈ ബി പി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആർട്ടറിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട് കൊക്കൈൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ഇസ് ആംഫിറ്റമിൻസ്. ആംഫിറ്റമിനും കൊക്കൈനും ഭയങ്കര സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. രണ്ടും നോർ എപ്പിനെഫ്രിനെയും ഡോപ്പമിൻ റിസപ്റ്റർ സിസ്റ്റത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ യൂസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ അളവിലാണെന്നുണ്ടെങ്കിൽ അത് അപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ മൈൽഡ് ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഫിറ്റമിൻ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില ന്യൂറോളജിക്കൽ ബയോളജിക്കൽ ന്യൂറോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആംഫിറ്റമിൻസിനുണ്ട്. ഓക്കെ, പിന്നെ മോഡറേറ്റ് ആംഫിറ്റമിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്ക്ഫുൾ, ഒരു അലേർട്ട്നെസ്, മൂഡൊക്കെ ഇത് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആംഫിറ്റമിൻ. അതുപോലെ സൈക്കോമോട്ടർ പെർഫോമൻസ് ഇസ് ഇംപ്രൂവ് ടെമ്പററിലി ബട്ട് ദ ഇംപ്രൂവ്മെന്റ് മേ ബി ഫോളോഡ് ബൈ ഫറ്റീഗ്, ലെസ് അലേർട്ട് ആൻഡ് സംവാട്ട് ഡിപ്രസ്ഡ്. സോ നമ്മുടെ സൈക്കോമോട്ടർ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെമ്പററി ആയിട്ടൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കും. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം പിന്നെ ഒരു ഫറ്റീഗും അത്ര അലേർട്ട് അല്ലാത്ത രീതിയിലും കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ആൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഹൈ ഡോസിലാണ് ആംഫിറ്റമിൻ കഴിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് CNS-നെ, കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യും. എഫക്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു നെർവസ്നെസ്, പിന്നെ ഹെഡേക്ക്, ഡിസിനെസ്, അജിറ്റേഷൻ, അപ്രിഹെൻഷൻ, കൺഫ്യൂഷൻ, പാൽപിറ്റേഷൻസ്, എലവേറ്റഡ് മൂഡ്, ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി റെഗുലർ യൂസ് ഓഫ് ലാർജർ എമൗണ്ട്സ് leads to a greater tolerance for the drug and intolerance for being without it. സോ ഇതുവരെ പറഞ്ഞ ഡ്രഗിനെ പോലെ തന്നെ ടോളറൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതില്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിംറ്റംസ്, വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിക്കും. പിന്നെ അതുപോലെ ഇവർ ഭയങ്കര മാൽനറിഷ്ഡ് ആവും, അപ്പറ്റൈറ്റ് കുറവാന്ന് പറഞ്ഞില്ല, അപ്പം ഭയങ്കര മാൽനറിഷ്ഡ് ആവും, പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും, കെയർലെസ് ആവും. അതുപോലെ റെസ്പോൺസിബിലിറ്റീസിലൊക്കെ ശ്രദ്ധ കുറയും. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് പാരനോയ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ഹാലുസിനേഷൻസ് വരെ, ഒരു ഫുൾ ബ്ലോൺ സൈക്കോസിസ് പോലെ തന്നെ ഹാലുസിനേഷൻസ് വരെ ചില ആൾക്കാർ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. എന്തായാലും ഹൈ ഡോസാണ് ഇത് കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ലോങ് ടേം യൂസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് തന്നെയാണ്. ദിസ് ഇസ് ഓൾസോ ഡിസ്ട്രക്റ്റീവ്. ഇനി ഹാലൂസിനോജൻസ് എന്ന് പറയുമ്പോൾ സൈക്കഡെലിക്സ് ആണ് ഹാലൂസിനോജൻസിനെ പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു നമ്മുടെ കോൺഷ്യസ്നെസ്സിനൊരു ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഹാലൂസിനോജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു പെർസെപ്ഷൻ, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പെർസെപ്ഷൻ, ഇന്റേണൽ വേൾഡിനെ കുറിച്ചിട്ടും എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ ഒരു പെർസെപ്ഷൻ തന്നെ ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ കളർ, അവർ കാണുന്ന കളർ പെർസെപ്ഷൻ, ഹിയറിങ്, ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. അതുപോലെ ഹാലുസിനേഷൻസ് ഒക്കെ കാണിക്കും. ഹാലുസിനേഷൻ എന്ന് പറയുമ്പം സെൽഫ് പെർസെപ്ഷൻ, അവരെ കുറിച്ച് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് വരെ ഒരു ചേഞ്ച് വരെ, ലൈക്ക് ജെൻഡർ ആയിരിക്കാം ചിലപ്പം, അങ്ങനത്തെ ചേഞ്ച് വരെ, അവർ ഏത് ജെൻഡർ ആണെന്ന് തന്നെ അവർക്ക് ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ രീതിയിലുള്ള ഹാലുസിനേഷൻസ് വരെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹാലൂസിനോജനിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്കലിൻ ആൻഡ് സൈലോസൈഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹാലൂസിനോജനിക് സബ്സ്റ്റൻസസ് ആണ്. ഇനി സിന്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്നതാണ് ഡി-എഥൈൽ ട്രിപ്റ്റമൈൻ, STP, ലിസോജിക് ആസിഡ് ഡൈതെലമൈഡ്, LSD എന്ന് പറയുന്നത് ഒക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ മെസ്കലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയറ്റെ കാക്ടസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. സിലോസൈബ് എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം എന്നാണ് ആ ഒരു ഡ്രഗ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി LSD എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ്. പോപ്പുലറായിട്ട് ഇതിനറിയപ്പെടുന്ന ആസിഡ് എന്ന് പറയാൻ കാരണം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റോ ഓർഡറോ കളറോ ഒന്നുമില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ
LSDയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് 8 to 12 hours അത് ഇൻടേക്കിന് ശേഷം 8 to 12 hours അതിൻ്റെ എഫക്റ്റ് കാണിക്കും. ഇനി യൂഫോറിയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഫീൽ ഗുഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എക്സ്റ്റസിക് ആയിട്ടുള്ള ഒരു മൂഡാണ് യൂഫോറിക് എന്ന് പറയുമ്പോൾ. സോ ആ ഒരു സ്റ്റേറ്റിലേക്കാണ് എത്തിക്കുന്നത്. മൂഡ് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുക, അതേപോലെ ചുറ്റും കാണുന്ന സ്റ്റിമുലസിൻ്റെ സൈസ്, ഷേപ്പ്, കളർ എല്ലാം മാറി ഭയങ്കര അതെല്ലാം ചേഞ്ച് ആക്കുന്ന ഒരു ഡ്രഗാണ്. ടൈം പെർസെപ്ഷൻ വരെ, ഒരു മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കുറേ സമയം ആ സൈറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ സ്വന്തം ബോഡിയിൽ നിന്ന് ലൈക്ക് സെപ്പറേറ്റഡ് ആണ്, ഡിസിൻറ്റഗ്രേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും ഇത് കൺസ്യൂം ചെയ്ത ആൾക്ക്. ഓക്കെ, സെക്ഷൽ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ കൺട്രോൾ ഇല്ലാത്ത അവനവൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നില്ല, അപ്പോൾ ഒരു ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ ഉണ്ടാവും. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ, അതിനെ ലേബൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻറ്റൻസ് ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും ഇമോഷൻസ് പറയുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള ആങ്സൈറ്റിയും പാനിക് റിയാക്ഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പാരനോയ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാലൂസിനേഷൻസ്, പാരനോയ ഒക്കെ വരുമ്പോൾ തന്നെ ഏകദേശം സൈക്കോസിസിൻ്റെ മെയിൻ സിംപ്റ്റംസ് ആയി. അപ്പോൾ ഒരു സ്കിസോഫ്രീനിയയുടെ ഒക്കെ പോലെ തന്നെ സൈക്കോസിസ് റിസംബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിവിയർ ആയിട്ട് ഡിപ്രഷൻ വരാം. അതുകൊണ്ട് തന്നെ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് കോമൺ ആണ്. പിന്നെ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് എ സിംഗിൾ ഡോസ് ഓഫ് LSD പെർസിസ്റ്റ് ഫോർ മന്ത്സ്. ഇത് ഒരു സിംഗിൾ ഡോസ് ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് തന്നെ മാസങ്ങളോളം എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഹാലൂസിനോജൻസ് develop dependence, but withdrawal symptoms usually do not occur. Next what we have is cannabis or marijuana, നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്നത്. സോ ഇത് ഡ്രൈഡ് ലീവ്സ് ആണ്. ഡ്രൈഡ് ലീവ്സ്, പിന്നെ അതുപോലെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ടോപ്സ് എന്നൊക്കെയാണ് ഈ മരിജുവാന എടുക്കുന്നത്. പിന്നെ മരിജുവാനയിൽ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ട്, THC. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ആണ് ഏറ്റവും പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. When the smoke is inhaled, it spreads across the lungs, quickly absorbed by the blood and carried to the brain. So ഇത് സ്മോക്ക് ഇൻഹേൽ ചെയ്തത് ലങ്സിലേക്ക് പോകും, അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ബ്ലഡ് ഇത് അബ്സോർബ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് എത്തിക്കും, അതിൻ്റെ അഫക്റ്റ് ആൾക്ക് ഫീൽ ചെയ്യും. ഇൻജെക്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇത് enters the blood from the digestive system and is carried to the liver. So ഇത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും ഇതിൻ്റെ എഫക്റ്റ് വരാനായിട്ട്. സോ അതിൻ്റെ ഒരു പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് പിന്നെ ഇത് ബ്ലഡിലേക്ക് എത്തുന്നതും പിന്നെ ലിവറിലേക്ക് ക്യാരി ചെയ്യുന്നതും. അവിടെ തന്നെ എൻസൈംസ് ഉണ്ടാവും. എൻസൈംസ് ഇതിനെ വേറെ സബ്സ്റ്റൻസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, പിന്നെയൊക്കെയാണ് ബ്രെയിനിലേക്ക് എത്തുക. അപ്പോൾ അത്രയും ടൈം എടുക്കും. പക്ഷേ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടും. ഈ സിംറ്റംസ് ഓക്കെ, എന്തൊക്കെ സിംറ്റംസ് ആണെന്നുള്ളത്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലവ് ആൻഡ് ഗ്രാൻഡിയോസിറ്റി, പെട്ടെന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നത്, അതും വിച്ച് ഇസ് ഇൻഅപ്രോപ്രിയേറ്റ്. അതുപോലെ ലെത്താജിക് ആണ്. പിന്നെ ഷോർട്ട് ടേം മെമ്മറിനെ ഇമ്പയർ ചെയ്യും, ജഡ്ജ്മെൻറ്റിനെ ഇമ്പയർ ചെയ്യും, സെൻസറി പെർസെപ്ഷൻ, മോട്ടോ പെർഫോമൻസ്, അതുപോലെ ടൈം പെർസെപ്ഷൻ ഒക്കെയും തന്നെ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും. പിന്നെ ഈ ലോങ് ടേം ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെമ്മറി, അറ്റൻഷൻ ഒക്കെയും തന്നെ ഭയങ്കര വലിയ രീതിയിൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കും. ഇനി ഫിസിക്കൽ സിംറ്റംസ് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ്, ബ്ലഡ് സർക്കുലേഷനിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും. പിന്നെ ലങ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 50% ഓഫ് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഏജൻസ് ഉള്ളതാണ് ഈ മരിജുവാന എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സപ്രസസ് പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഹോർമോൺസ്, എഫക്ട്സ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് ടെസ്റ്റസ്, ഇൻഹിബിറ്റ്സ് സ്പേം പ്രൊഡക്ഷൻ. ഇനി വിമനിലാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ അതുപോലെ ബിഹേവിയറൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് ഒക്കെ നോക്കുക. നമ്മുടെ അറ്റൻഷനൊക്കെ പോകുമെന്ന് പറഞ്ഞില്ലേ, 4 to 8 hours ആണ് ഈ ഒരു ബിഹേവിയറൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ടോക്സിക്കേഷൻ, ഇതിന് ഇൻടോക്സിക്കേഷൻ കഴിഞ്ഞു 4 to 8 hours ആണ് ഇതിൻ്റെ ഒരു ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the behavior is affected even when the user is no longer aware of the presence of the drug. ഇനി we have ecstasy എന്ന് പറയുമ്പോൾ മെത്താംഫെറ്റാമിൻ്റെ എഫക്ട്സ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട്
MDMA. MDMA users report feelings, the onset of subjective feelings within 30 to 60 minutes of oral consumption, that reaching the peak at 75 to 120 minutes, then stays constant for about 3.5 hours. So ഇത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ഇറ്റ്. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു എക്സ്റ്റസീൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള എഫക്ട്സ് എന്നുള്ളത് നോക്കുക. യൂഫോറിയ ഫീൽ ചെയ്യും, ജനറൽ സെൻസ് ഓഫ് വെൽബീങ് ആൻഡ് ഹാപ്പിനെസ്, ലൈക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്തല്ലോ മുന്നേ. പിന്നെ ഇൻക്രീസ്ഡ് സെൽഫ് കോൺഫിഡൻസ്, സോഷ്യബിലിറ്റി, പിന്നെ പെർസെപ്ഷൻ ഓഫ് ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ, ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലായിരിക്കും. ആ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആയ പോലെ, ഭയങ്കര സോഷ്യൽ ആയ പോലെയൊക്കെ ആയിരിക്കും. Then ectatogenic effects എന്ന് പറയുമ്പോൾ increased empathy or feelings of closeness with others and oneself. Then dilated pupils, relaxation and reduced anxiety, increased emotionality. ഇതൊക്കെയും തന്നെ നമ്മുടെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ മൂഡ് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആക്കുന്നത്, ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്നത്, റിലാക്സ്ഡ് ആക്കുന്നത്, ചെറിയ രീതിയിലൊക്കെ ഹാലുസിനേറ്റിംഗ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ enhanced sensation, perception, sexuality, altered sense of time. പിന്നെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഡോസാണ് എത്ര ഡോസാണ് കഴിക്കുന്നത് എന്നുള്ളത്, എവിടെ നിന്നാണ് കഴിക്കുന്നത്, എന്ത് സെറ്റിങ്ങിലാണ്, പിന്നെ യൂസറിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെയാണ്. എന്തായാലും മൈൽഡ് ആയിട്ടുള്ള ഹാലുസിനേഷനും പിന്നെ ടൈമൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ അവരെ കുറിച്ചുള്ള സെൻസേഷൻ, പെർസെപ്ഷൻ, സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടുള്ള അവരുടെ പെർസെപ്ഷൻ, ഇതിലൊക്കെയും എന്തെങ്കിലും തന്നെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അപ്പിയറൻസ് കാരണം ഇതിനെ പറയുന്നത് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഐസ് എന്നാണ്. ഓക്കെ, അതേപോലെ പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രഗ് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഓക്കെ, then operates by increasing the levels of dopamine, and prolonged use produces structural changes in the brain. So dopamine അതേ എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ഡ്രഗ് എക്സ്റ്റസി കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ കാലം പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു ഡ്രഗാണ്.